എറണാകുളം മാമലക്കണ്ടത്തെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതി ദുരൂഹമെന്ന് നാട്ടുകാർ. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലത്ത് 3 കിലോമീറ്ററോളം ടണൽ നിർമ്മിച്ച് വെള്ളം കൊണ്ടുപോകുന്ന പദ്ധതിയുടെ DPR പോലും പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. വർഷത്തിൽ 6 മാസം പോലും നീരൊഴുക്കില്ലാത്ത പുഴയിലെ പദ്ധതി പാറ ഖനനം ലക്ഷ്യമിട്ടാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ഈ കാണുന്ന മല തുരന്നാണ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് വെള്ളം എത്തിക്കാൻ പോകുന്നത്. രണ്ടായിരത്തി 2023 കുട്ടമ്പുഴ പഞ്ചായത്തിൽ പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതി തുടങ്ങാൻ കൊച്ചിൻ ഹൈഡ്രോ പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയത്. 7 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പദ്ധതിയാണ് ലക്ഷ്യം. മാമലക്കണ്ടം ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിന് സമീപം തടയണ. ഭൂഗർഭ തുരങ്കത്തിലൂടെയും പെൻസ്റ്റോക്കിലൂടെയും 3 കിലോമീറ്ററോളം അകലെയുള്ള വടക്കേ അനന്തംകുടിയിലെ പവർ ഹൌസിൽ വെള്ളമെത്തിച്ച് വൈദ്യുതി ഉൽപാദനം. നല്ല രീതിയിലുള്ള പഠനം ഒരു ഡിപ്പാർട്ട്മെന്റും തയ്യാറായിട്ടുള്ള പാരിസ്ഥിതിക ആഘാത പഠനമോ മറ്റ് റിപ്പോർട്ടും ഞങ്ങൾ എവിടെ ചോദിച്ചിട്ടും ഞങ്ങൾക്ക് അതിന് യാതൊരു രേഖകളും ലഭിക്കുന്നില്ല. പുഴയിലെ കോടികൾ മുടക്കിയുള്ള പദ്ധതി പാറഖനനം ലക്ഷ്യമിട്ടെന്ന് നാട്ടുകാർ. ജൂണിന് ശേഷമാണ് വെള്ളം നീരൊഴുക്കുണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഒരു കർഷി 6 മാസത്തിൽ കൂടുതൽ നീരൊഴുക്കില്ല. അതിനുശേഷം നീരൊഴുക്ക് പൂർണ്ണമായിട്ട് നിന്നുപോകും. ഈ കാണുന്ന മലയാണ് ആടുമുടിമല. ഇതിനപ്പുറമാണ് ആനന്തംകുടി ട്രൈബൽ ഉന്നതിയുള്ളത്. അവിടെയാണ് ഈ നിർദ്ദിഷ്ട പദ്ധതിയുടെ പവർ ഹൗസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളെല്ലാം വന്ന് ഇവിടെ സർവേയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് മനസ്സിലായത് ഇവിടെയാണ് ഇതിന്റെ ഒരു സർജ് ടാങ്ക് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഇവിടെ നിന്നും ഈ മല തുരന്ന് ഇതിന്റെ അപ്പർ സൈഡിലുള്ള ആനന്തംകുടി ഉന്നതി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അത് പോകുന്നത്. ടണൽ വന്ന് തുറക്കുന്നത് എവിടെയാ? മണ്ണിടിച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ സ്ഥലത്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം വെള്ളം തുറന്നുവിടുന്നത്. മഴയത്ത് നല്ലപോലെ വെള്ളം കയറും. ഇപ്പോൾ തന്നെ മഴക്കാലത്ത് ഈ തോടിന്റെ ഇരുകരകളിലുമുള്ള വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. ഇങ്ങനെ വെള്ളം ഒഴുക്കി വിടുമ്പോൾ എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനവും നടന്നിട്ടില്ല എന്നതാണ് സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പദ്ധതി ആകെ മൊത്തത്തിൽ ഒരു ദുരൂഹ സാഹചര്യത്തിലാണുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ റാംഷാ CP ഇൻ റിപ്പോർട്ടർ കൊച്ചി. റാംഷാ, ഇപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ എന്താണ് ഈ നാട്ടുകാർ ആശങ്കപ്പെടുന്നത്? അവിടെ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട് എന്ന് പറയുന്നു. നേരത്തെ എപ്പോഴെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് എന്ത് സംശയമാണുള്ളത്? ഈ മാമലക്കണ്ടം എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ ടൂറിസം ഭൂപടത്തിൽ സമീപകാലത്ത് വലിയ നിലയിൽ ഇടം പിടിച്ചൊരു സ്ഥലമാണ്. ഇവിടെ മുൻപ് 1997 ഉരുൾപൊട്ടൽ സംഭവിക്കുകയും ചെയ്തൊരു പ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു ജലവൈദ്യുത പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയത്. 2023 സർക്കാർ ഈ പദ്ധതിക്ക് അനുമതി നൽകിയത്. പിന്നീട് 3 വർഷത്തിനകം ഈ പദ്ധതി ആരംഭിക്കണം എന്നതായിരുന്നു ആ അനുമതി നൽകുമ്പോൾ അതിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ക്ലോസ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതുപോലെ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ അനുമതി കൂടി വാങ്ങണം എന്ന് ആ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ അനുമതികളൊക്കെ വാങ്ങി ഈ പദ്ധതി ആരംഭിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ 2026 ഓഗസ്റ്റിൽ ഈ കാലാവധി അവസാനിക്കുകയാണ്. അതിനു മുൻപേ തന്നെ ഈ അനുമതിയെല്ലാം വാങ്ങി പദ്ധതി ആരംഭിക്കാനുള്ള വലിയ ഒരു മുന്നൊരുക്കത്തിലാണ് ഈ കമ്പനി എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി മാത്രമേ ലഭിക്കാനുള്ളൂ. അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ മേഖല അതൊരു അതീവ പാരിസ്ഥിതിക ലോല പ്രദേശമാണ് എന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ പരാമർശിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ പാറക്കെട്ടുകളാണ്, വലിയ പാറയാണ്. മല എന്ന് പറഞ്ഞാൽ വലിയ പാറകളാണ്. ഈ പാറ തുരന്നു വേണം ഇവിടെ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു ഉന്നതിയിൽ അനന്തംകുടി എന്ന് പറയുന്ന ഉന്നതിയിലേക്ക് ഈ പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കാൻ. അത്തരത്തിൽ വലിയ ടണൽ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു ഊഹവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട് DPRO അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടോ ഒന്നും തന്നെ വിവരാവകാശ രേഖകൾ സമർപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടല്ല പദ്ധതി വരുന്നത് എന്നുള്ളതാണ് പരാതിയായി തന്നെ വരുന്നത്. പാറ ഖനനമാണോ ഇതിന്റെ ലക്ഷ്യം എന്നുകൂടി നാട്ടുകാർ സംശയിക്കുകയാണ്. റാംഷയാണ് വിവരങ്ങൾ നൽകിയത്.